എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് ഓണം ഉഷാറായെന്ന് കരുതുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും കൂടി കൂട്ടിയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഓണായിരിക്കും. ഇത്രയും 15,000 സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ടുള്ള ഫസ്റ്റ് ഓണാണ്. അപ്പം ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ മെയിനായിട്ട് നാളെയും മറ്റന്നാളും 4-ാം നാളും, അതായത് 3 ദിവസം ഞങ്ങൾ ലീവാണ്. അപ്പോൾ ബുക്കിംഗ് ഞങ്ങൾ 3 ദിവസം ബുക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ അബദ്ധവശാൽ വരാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് 19-ാം തീയതി തൊട്ട് ആണ് ആക്കേണ്ടത്. നമ്മൾ 15, 16, 17, 18 3 ദിവസം നമ്മൾ ഓഫാണ്, പ്രവർത്തിക്കുന്നതല്ല. 19-ാം തീയതി തൊട്ടാണ് നമ്മൾ റീഷെഡ്യൂൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ വേറെ കാര്യം കൂടി ഉണ്ട്. ഓണത്തിൻ്റെ ആ ഒരു ടൈം അടുപ്പിച്ച് ഭയങ്കരമായ തിരക്കായതുകൊണ്ട് എനിക്ക് ഓഫറുകളൊന്നും നൽകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓഫേഴ്സിൻ്റെ കാര്യം നമുക്ക് എടുക്കാനും കൂടി പ്രോസസ്സ് ചെയ്യാൻ പോലും പറ്റിയില്ല. ഈവൻ വാട്സപ്പ് മെസ്സേജസ് പോലും നോക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഓഫർ എല്ലാവർക്കും തരികയാണ്. ഓണം ഓഫർ ഈ സെപ്റ്റംബറിൽ ചെയ്ത എല്ലാ വ്യക്തികൾക്കും ഉള്ള ഒരു ഓഫറാണിത്. സെപ്റ്റംബറിൽ ഫസ്റ്റ് സെഷൻസ് എടുത്ത ആളുകൾക്കൊക്കെ 2 ബൂസ്റ്റർ ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രീ ഓഫ് കോസ്റ്റിന് 2 ബൂസ്റ്റർ എടുക്കാം. 2 ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ അവർക്ക് വന്ന് എടുക്കാവുന്നതാണ്. 2 സെഷൻസ് ഫ്രീ ആയിരിക്കും. ഓക്കെ. പിന്നെ മെയിനായിട്ടുള്ള വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു പ്രായം ഒരു 20-ൻ്റെയും 30-ൻ്റെയും ഇടയിലാണെന്ന് വിചാരിക്കുക. മുടി കൊഴിച്ചിൽ മാത്രം ആണ് നിങ്ങളുടെ ഇഷ്യൂ, കഷണ്ടി ആയിട്ടില്ല, മുടി കൊഴിച്ചിലൊന്ന് കൺട്രോൾ ആവണമെന്ന് മാത്രമാണ് നിങ്ങളുടെ ഒരു ആഗ്രഹമെങ്കിൽ അതിന് ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ ഒരു മീൻസ് കയ്യിലില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് അതിനുള്ള വഴിയും ഉണ്ട്. അതിനുള്ള വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ റീജനറ ആക്റ്റീവ എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെൻറ്റാണത്. റീജനറ ആക്റ്റീവ നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് പെർ സെഷൻ എന്ന് വെച്ചാൽ 1 മന്തിൽ ഒരു സെഷൻ എന്നുള്ള രീതിയിലാണ്. അത് മുടി കൊഴിച്ചിൽ മാത്രമാണ് തടയുക. മുടി കൊഴിച്ചിൽ തടയും. അതേപോലെ മുടിക്ക് നല്ല സ്ട്രെങ്ത്തുള്ള മുടിയായിരിക്കും, നല്ല കട്ടിയുള്ള മുടിയായി മാറും. അതിൽ നിങ്ങൾ മിനോക്സിലും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് റീജനറ ആക്റ്റീവ. അത് സ്റ്റെം സെൽസ് ട്രീറ്റ്മെൻറ്റ് പോലെ പുതിയ മുടി ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് റീജനറ ആക്റ്റീവേൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വന്നിട്ട് മാസത്തിലൊരിക്കലാണ് അവർക്ക് എടുക്കേണ്ടത്. അങ്ങനെ ഒരു 6 മാസം എടുക്കേണ്ടി വരും. 6 മാസം മാസത്തിലൊരിക്കൽ വെച്ചിട്ട് അതിന് ഒരു സെഷന് കോസ്റ്റ് വരുന്നത് 3000 രൂപയാണ്. അങ്ങനെ നിങ്ങൾ 6 മാസം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ മുടി കൊഴിച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നു മാത്രമല്ല, കഷണ്ടി ഒരു പരിധി വരെ ഡിലേ ആക്കാൻ പറ്റും നല്ല രീതിയിൽ. അതേപോലെ തന്നെ DHTൻ്റെ കേസിലുള്ള DHT കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസൊക്കെ വളരെ അധികം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം റീജനറ ആക്റ്റീവ വഴി ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിന് ഏകദേശം സെഷന് 3000 റുപ്പീസേ ഉള്ളൂ ചാർജ്. അപ്പോൾ അത് ആക്ച്വലി പറയുകയാണെങ്കിൽ 20 to 25 വയസ്സിന് ഇടയിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് ഏറ്റവും നല്ലത്. അതിൻ്റെ അപ്പുറമുള്ള ആളുകൾ അത് ചെയ്തിട്ട് വലിയ കാര്യം കിട്ടില്ല. ഏത് റീജനറ ആക്റ്റീവ. അതുകൊണ്ട് അതിൻ്റെ അപ്പുറമുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് സ്റ്റെം സെൽസിലോട്ട് കൺവേർട്ട് ആവുക. സ്റ്റെം സെൽസിന് നടക്കുന്നില്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് വേറെ എവിടെയെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണ്ടല്ലോ സ്റ്റെം സെൽസ് വഴി മുടി വരുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 20 to 25 വയസ്സ് ഏജിലുള്ള ആളുകളാണെന്ന് വിചാരിക്കുക. അവരും അതേപോലെ തന്നെ സ്ത്രീകൾക്കും ഈ ഒരു മെസ്സേജ് മീൻസ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വളരെ ഗുണപ്രദമാവും. കാരണം അവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് ഉണ്ടാവും. അതും ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളാണെങ്കിൽ അത്രയും നല്ലത്. അതിൻ്റെ അപ്പുറമുള്ളവർക്ക് എല്ലാവർക്കും സ്റ്റെം സെൽസ് എടുക്കാം. സ്റ്റെം സെൽസിന് ഓഫർ എന്താണെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. അതായത് നിങ്ങൾക്ക് 18,000 രൂപ പോലും ആവണില്ല. 17,000 രൂപയ്ക്ക് 2 സിറ്റിംഗ് കിട്ടും. പ്ലസ് 17,000 രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, 2 എക്സ്ട്രാ സിറ്റിങ്ങും കൂടി കിട്ടും ഫ്രീ ഓഫ് കോസ്റ്റിൽ. അതായത് നിങ്ങൾ ജസ്റ്റ് 17,000 രൂപയ്ക്ക് നിങ്ങൾക്ക് മെഡിസിൻ കൂട്ടാതെ 17,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 4 സെഷൻസ് ടോട്ടൽ കിട്ടും. പിന്നെന്താ, അതുപോലെ ധാരാളമാണത്. നിങ്ങൾക്ക് ഏകദേശം മുടി കംപ്ലീറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും കൊഴിച്ചിൽ പോലെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ വന്നിട്ട് ഒന്നും കൂടി എടുക്കാമല്ലോ. അതിനാണ് നിങ്ങൾക്ക് ഈ 2ാമത്തെ സെഷൻ കൊടുത്തിരിക്കുന്നത്. അത് മെയിൻറ്റെയിൻ ആയിട്ട് അവിടെ നിന്നോളൂ എത്ര കാലം വേണമെങ്കിലും. അതിനുശേഷം നിങ്ങൾക്ക് സെഷൻസ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ. പിന്നെ അടുത്ത ഒരു ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് റീജനറ ആക്റ്റീവേൻ്റെ കേസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് വളരെ ചെറുപ്പക്കാർക്കാണ് അത് പറ്റുള്ളൂ. അല്ലാത്തവർ അത് പൈസേൻ്റെ ലാഭം നോക്കിയിട്ട് അത് വന്നിട്ട് ചെയ്തിട്ട് മുടി വന്നില്ല എന്ന് പറയരുത്. റീജനറ ആക്റ്റീവ ഈസ് കംപ്ലീറ്റ്ലി ഫോർ സ്റ്റോപ്പിംഗ് ഹെയർ ഫോൾ.
അല്ലാതെ വേറെ നമുക്ക് മുടി പുതിയത് വരുത്താനല്ല റീജനറേറ്റ് ആക്റ്റീവ. അതിന് സ്റ്റെം സെൽസ് നമ്മളിപ്പോൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യണം. ഇത് പുതിയൊരു ട്രീറ്റ്മെൻറ്റാണ് റീജനറേറ്റ് ആക്റ്റീവ എന്ന് പറയുന്നത്. അത് മാസത്തിൽ ഒരിക്കലും എടുക്കുക. സ്ത്രീകൾക്കും വളരെ നല്ലതാണ്. മുടി കൊഴിച്ചിലിനും മുടിക്ക് കട്ടി ഉണ്ടാകുന്നു, മുടീൻ്റെ ഇടയിൽ നിന്നുള്ള പൊട്ടിപ്പോകുന്ന ഈ ഇഷ്യൂസൊക്കെ നല്ല ക്ലിയറായി മാറാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ബ്രൈഡ് ഗ്രൂം അവർക്കൊക്കെ കല്യാണത്തിനോട് അടുപ്പിച്ച് അവർ മുടി നിങ്ങളെല്ലാവരും ചെയ്യുന്ന പോലെ എന്താ പറയുക, ഒരു ഫുള്ള് ഫില്ലായിട്ട് നിൽക്കുന്ന രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു എന്താ പറയുക, ഒരു രീതിയിൽ, അതായത് എന്താ വെച്ചാൽ ഉള്ളു കാണുന്ന രീതിയിൽ. ഇപ്പോൾ പെട്ടെന്ന് കല്യാണത്തിൻ്റെ അടുപ്പിച്ച് പയ്യൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ നന്നായിട്ട് കഷണ്ടി കാണുന്നുണ്ട്. ഇനി കല്യാണത്തിന് ആകെപ്പാട് ഒരു മാസമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആ സമയത്ത് ഇവൻ എന്താ ചെയ്യുക? ഇവൻ പോയിട്ട് സ്റ്റെം സെൽസ് അല്ല ട്രാൻസ്പ്ലാന്റ് എന്ത് ചെയ്തിട്ടും ആ ഒരു മാസം കൊണ്ടൊന്നും മുടി വരില്ലല്ലോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നിങ്ങൾക്ക് അതൊന്ന് ക്യാമോഫ്ലേജ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിനും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം. അത് എത്ര ഏരിയ അനുസരിച്ചാണ് നമ്മൾ കോസ്റ്റ് ചെയ്യണത്. ക്യാമോഫ്ലേജ് ട്രീറ്റ്മെൻറ്റ് അതെന്ന് വെച്ചാൽ നിങ്ങളെ എവിടെയാണോ ഉള്ളു കാണുന്നത് അത് ഇല്ലാതെയാക്കി തരും നമ്മൾ. അത് നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാവുന്നതാണ്. പക്ഷെ അത് ഈ കല്യാണത്തിനും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് അത് ഏറ്റവും ഉപയോഗപ്രദമാവണം. അല്ലാത്തടത്തോളം നിങ്ങൾ അതിപ്പോൾ ക്യാമോഫ്ലേജ് ചെയ്തതെന്ന് വെച്ചുകൊണ്ട് കുറച്ച് കാലത്തേക്ക് മാത്രമേ അതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും ഇതാവും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ സ്ഥിരമായിട്ടൊരു ഗുണമാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ സമീപിക്കേണ്ടത് സ്റ്റെം സെൽസിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ക്യാമോഫ്ലേജ് അല്ല. ക്യാമോഫ്ലേജ് മെയിനായിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കല്യാണമോ അല്ലെങ്കിൽ റിസപ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, പക്ഷേ ഇനി സമയമില്ല വേറെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മുടി വരുത്താൻ എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾക്ക് ക്യാമോഫ്ലേജ് ട്രീറ്റ്മെൻറ്റിലോട്ട് വരാം. അതാവുമ്പോൾ നിങ്ങൾക്ക് ഒരു കുറച്ച് കാലത്തേക്ക് അവിടെ ഒരു ക്യാമോഫ്ലേജ്ഡ് എഫക്റ്റ് ആയിരിക്കും. അവിടെ മുടി ഇല്ലാത്ത ആർക്കും അറിയാൻ പറ്റില്ല. മനസ്സിലായല്ലേ? താങ്ക് യു.